കേരളത്തിൽ ടൈറ്റ് ഫൈറ്റ് മണ്ഡലങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ആദ്യത്തെ പാലക്കാട് വരെയുള്ള, അതായത് മലപ്പുറം ജില്ല വരെയുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ പറഞ്ഞപ്പോൾ 10 മണ്ഡലങ്ങളായിരുന്നു. പാലക്കാട് മുതൽ ഇടുക്കി വരെ പറഞ്ഞപ്പോൾ പിന്നെയും 12 കൂടി. അപ്പോൾ 10 + 12 22 മണ്ഡലങ്ങളായിട്ടുണ്ട്. അങ്ങനെ 22 മണ്ഡലങ്ങൾ കഴിഞ്ഞ് നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് പോകുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി മണ്ഡലങ്ങൾ ടൈറ്റാണ് കേട്ടോ. ആദ്യത്തെ മണ്ഡലം ആദ്യം പൂഞ്ഞാറാണ്. പൂഞ്ഞാറ് ടൈറ്റാണ്. ഈ പൂഞ്ഞാറിൽ പല ഇക്വേഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ UDF വളരെ പ്രാദേശികമായി UDF വളരെ ഗ്രാസ് റൂട്ടിൽ ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. ആദ്യം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് PC ജോർജും സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും തമ്മിലാണ് മത്സരം എന്നാണ്. UDF കുറച്ച് പിറകിലാണെന്നൊക്കെ വലിയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പല നേതാക്കളും പൂഞ്ഞാറിലേക്ക് വരുന്നുണ്ട്. അവർ ചെറിയ കുടുംബയോഗങ്ങൾ നടത്തി മുസ്ലിം മേഖലയിൽ കയറി, അതായത് മുസ്ലിം വോട്ടുകൾ ബ്ലോക്കായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം വോട്ട് സെബാസ്റ്റ്യൻ കുളത്തെങ്കിലേ വരും എന്ന് വിചാരിക്കുന്നിടത്താണ് UDF ആ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം പറയുന്നത് UDF വോട്ട് കൂടുതൽ പിടിക്കുമ്പം LDFിന് ഒരു പ്രശ്നം ഉണ്ടാകും. LDFിൻ്റെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. ആഫ്റ്റർ ഓൾ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ട്. സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും PC ജോർജും ആ മത്സരം ഉണ്ട്, ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ UDFിൻ്റെ സ്ഥാനാർത്ഥി കുറച്ച് പിറകിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ ആ മണ്ഡലം നേടിയെടുക്കുന്ന തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വലിയ ചെറിയ വോട്ടിനെങ്കിൽ അദ്ദേഹം ജയിച്ച് കയറുന്നുള്ളതാണ്. PC ജോർജിന് ഈ പുതിയ ആക്റ്റുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അത് പാലായിലും പൂഞ്ഞാറിലും വലിയ രീതിയിൽ UDF പ്രചരിപ്പിക്കുന്നുണ്ട്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വിടുവായുത്തം ചില വാക്കുകളൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോകുന്നതൊക്കെ അദ്ദേഹത്തിന് വലിയ പ്രശ്നമാണ്. അത് PC ജോർജിനെ മാത്രമല്ല, ഷോൺ ജോർജിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ FCR ആയിട്ട് ബന്ധപ്പെട്ട് പുതിയ ചില നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത് അത് വലിയ രീതിയിൽ ഇവരുടെ വിജയത്തെ അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസിനെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അവിടെയും നമ്മൾ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലിന് ഒരു എഡ്ജുണ്ട് തന്നെയാണ് പറയുന്നത്. LDF പൂഞ്ഞാറിലെ LDF ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ മണ്ഡലം പാലയാണ്. നമ്മൾ പാലയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നിയമത്തെക്കുറിച്ച് പറയുന്ന പോലെ പറയേണ്ടി വരും. ഞാൻ നിയമത്തെക്കുറിച്ച് ഇത്ര പറഞ്ഞിട്ടില്ല, അതുപോലെയാണ് ഞാൻ പാലയും പ്രതീക്ഷിക്കുന്നത്. പാലയിൽ കുറേ ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് ഒന്നും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ പാലയെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ട് പറഞ്ഞാൽ പാലയുടെ ഇക്വേഷൻ പാല LDFിൻ്റെ ജോസ് കെ മാണിയുടെ വോട്ടും CPIMൻ്റെ വോട്ടും LDFിൻ്റെ വോട്ടും കൂടി കൂടിയാൽ അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 1,30,000-നും 35,000 വോട്ടുകളൊക്കെ ആയിരിക്കും അവിടെ പോൾ ചെയ്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏകദേശ ധാരണ. കുറച്ച് കുറയാനാണ് അങ്ങനെ സാധ്യത. 35 താഴത്തെ പോൾ ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സമയത്ത് പോലും കേരള കോൺഗ്രസ് ഇപ്പോൾ അടുത്ത കാലത്തുള്ള തെരഞ്ഞെടുപ്പിൽ 50,000 താഴെ പോയിട്ടില്ല. അതവിടെയാണ് വിഷയം കിടക്കുന്നത്. ഒരു 30,000 വോട്ട്, 25,000 വോട്ട്, 30,000 വോട്ടൊക്കെ പിടിക്കുന്ന സമയത്ത് 50,000 വോട്ട് സാധാരണഗതിക്ക് ജോസ് കെ മാണി കഴിഞ്ഞ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുറച്ചധികം. ഇപ്പോൾ LDFും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മോ അങ്ങനെ രണ്ടുപേർക്കും ഒരു അഭിമാന പ്രശ്നമുണ്ട്. കഴിഞ്ഞ തവണ ജോസ് കെ മാണിക്ക് ഉണ്ടായ ഒരു പ്രശ്നങ്ങളും ഇത്തവണയില്ല. ഒന്ന് കഴിഞ്ഞ വർഷം ഉള്ള പോസിറ്റീവ് വശം എന്ന് പറയുന്നത് മാണി സി കാപ്പൻ്റെ പോസിറ്റീവ് വശം. ഒന്ന് മാണി സി കാപ്പൻ്റെ വോട്ട്, UDFിൻ്റെ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു വോട്ട് എന്ന് പറയുന്നത് UDFിൻ്റെ വോട്ട് മാത്രമല്ല, പ്ലസ് BJPയുടെ വോട്ടും. അതായത് BJP എന്ന് പറഞ്ഞാൽ വോട്ട് ബ്ലോക്കായിട്ട് പറഞ്ഞ് വോട്ട് ചെയ്യുന്നല്ല, BJP അനുഭാവികളുടെ വോട്ട് സുഖമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് BJPക്ക് വലിയ തെരഞ്ഞെടുപ്പ്, വലിയ വോട്ട് പിറകിലോട്ട് BJP കഴിഞ്ഞോണം പാലായിൽ പോയത്. അതായത് 5 അക്കം കടക്കാൻ പറ്റിയിട്ടില്ല. അത് ആലോചിക്കാം. അപ്പോൾ അത്രയും വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്. പ്ലസ് PC ജോർജിൻ്റെ വോട്ട്, PC ജോർജിൻ്റെ, അതായത് നമ്മൾ പറഞ്ഞ പഴയ മണ്ഡലത്തിൻ്റെ PC ജോർജിൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളൊക്കെയുള്ള, അതായത് PC ജോർജിന് കിട്ടാവുന്ന ഇപ്പോൾ ഷോൺ ജോർജിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ വോട്ടും മാണി സി കാപ്പന് കിട്ടിയിട്ടുണ്ട്. കാരണം PC ജോർജിൻ്റെ പ്രഖ്യാപിത ശത്രു എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയാണ്. BJPക്കും ജോസ് കെ മാണിയോട് തന്നെയാണ് താല്പര്യക്കുറവ്. പിന്നെ CPMൽ ജോസ് കെ മാണി വിരുദ്ധരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നെഗറ്റീവ് ഉണ്ടാകുമ്പോഴാണ് ജോസ് കെ മാണി അത്രയും വലിയ വോട്ടിന് അവിടെ തോൽക്കുന്നത്. ഇത്തവണ അങ്ങനത്തെ ഒരു ഫാക്ടറും ജോസ് കെ മാണിക്കില്ല. അത് മാത്രമല്ല, ജോസ് കെ മാണിയുടെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ മണ്ഡലത്തിൽ പൂർണ്ണമായി നിലനിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഇത് മണ്ഡലത്തിൽ ഞാൻ പറയുമ്പോൾ ഒരാൾ ജയിക്കോ തോക്കുമെന്ന്. ജോസ് കെ മാണിയുടെ പോസിറ്റീവ് വശം വളരെ കൂടുതലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ. മാണി സി കാപ്പന് പഴയ പോസിറ്റീവ് വശം ഇല്ല. 2 സഹതാപ തരംഗം. പാലക്കാർക്ക് അങ്ങനെ സഹതാപം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം കുറേ പ്രാവശ്യം തോറ്റ മാണി സി കാപ്പനെ ജയിപ്പിച്ചു, ജോസ് ടോമിനെ തോപ്പിച്ചു. പിന്നീട് LDFിൽ നിന്ന് അദ്ദേഹം ശരിക്കും ഒന്നും കുറ്റം ചെയ്തില്ല. LDFിന് അദ്ദേഹം പുറത്തു പോകാൻ കാരണം ജോസ് കെ മാണിക്ക് പാലാ സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്തും അദ്ദേഹം തന്നെയായിരുന്നു അവിടെ ഒരു രക്തസാക്ഷി പരിവേഷം. അവിടെയാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷം മാണി സി കാപ്പൻ വലിയ രീതിയിൽ ഒന്നും പാലായിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് പാലായിലെ ജനങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ജോസ് കെ മാണിയോട് താല്പര്യമില്ലാത്തവർ അത് താല്പര്യക്കുറവുകൊണ്ടാണ് മാണി സി കാപ്പൻ ജയിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തവണ അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു UDF അനുകൂല നിലപാട് പാലാ മുനിസിപ്പാലിറ്റി പോയി എന്നൊക്കെ പറഞ്ഞാലും കേരള കോൺഗ്രസിൻ്റെ സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്.
അല്ലേ അത് വലിയ വ്യത്യാസമൊന്നുമില്ല ശരിക്കും. ചെറിയ ചെറിയ വ്യത്യാസത്തിനാണ് ഈ സീറ്റുകളൊക്കെ പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചാൽ എന്തുകൊണ്ടും പാലാ നിയോജകമണ്ഡലത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ നമ്മൾ വോട്ടിലൊക്കെ നോക്കിയാൽ ചെറിയ എഡ്ജ് LDFന് അനുകൂലമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പാലയാണ് അവിടെ വലിയ രീതിയിലുള്ള ഏത് രീതിയിലും നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്നാലും ഈ പോസിറ്റീവ് വന്നാലും മാണി സി കാപ്പന് ജയിക്കാൻ സാധിക്കും. പക്ഷേ ഷോൺ ജോർജിന് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ FCR ആയിട്ട് ബന്ധപ്പെട്ട് ഷോൺ ജോർജ് കുറച്ച് പിറകെ പോയിട്ടില്ല. അത് മാണി സി കാപ്പന് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവസാന നിമിഷമെങ്കിലും കയറി വരാനുള്ള സാധ്യതയുണ്ട്. എന്ത് പറഞ്ഞാലും 5000-ൽ താഴെ വോട്ടിനെ ജയിക്കുള്ളൂ അവിടെ. ആര് ജയിച്ചാലും 5000 താഴെ വോട്ടിനെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 15,000 വോട്ട് 20,000 വോട്ടൊന്നും മാണി സി കാപ്പൻ ജയിക്കാൻ പോകുന്നില്ല. സ്വപ്നത്തിൽ സംഭവിക്കില്ല. മാത്രമല്ല അവിടെ ഒരു അട്ടിമറി സാധ്യതയും പറയാൻ വേണമെങ്കിൽ. അപ്പോൾ പാല എന്ന് പറയുന്നത് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ്. നമ്മൾ പൂഞ്ഞാറിൽ LDFന് എഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ പാലയിൽ ആർക്കും എഡ്ജില്ല. പല ഇക്വേഷൻസും സമവാക്യങ്ങളും പാലയിലുണ്ട്. അതിലെന്ത് വേണമെങ്കിൽ സംഭവിക്കാം. പാലയാണ്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പഞ്ചായത്ത് ഇലക്ഷൻ്റെ സ്വഭാവം, പാലയുടെ ഓരോ ഭാഗങ്ങളുടെ സ്വഭാവം, പിന്നെ ഞാൻ ഷോൺ ജോർജിൻ്റെ ഒരു പെർഫോമൻസ് അവിടെ വലിയ ഘടകമാണ്. ഷോൺ ജോർജിൻ്റെ പെർഫോമൻസ്, ഷോൺ ജോർജ് 20,000-ന് മുകളിൽ 30,000-ന് അടുത്തൊക്കെ വോട്ട് പിടിച്ചാൽ അത് പൂർണ്ണമായും ബാധിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അത് മാണി സി കാപ്പനെ വലിയ രീതിയിൽ ബാധിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം മാണി സി കാപ്പന് സുഖമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളെല്ലാമാണ് പോകാൻ സാധ്യതയുള്ളത്. പിന്നെ LDFിൽ നിന്ന് വോട്ട് മാണി സി കാപ്പന് അധികം കിട്ടില്ല. LDFിലെ ഈ ബന്ധം, അതായത് ജോസ് കെ മാണി LDF CPM ബന്ധം ആ സമയത്ത് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷം അവർ ഒന്നിച്ച് നിന്നവരാണ്. ഇപ്പോൾ പാലായിൽ മുനിസിപ്പാലിറ്റിയിൽ അവർ വിഷമിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വിഷമമുള്ള സമയമാണ്. അപ്പോൾ LDF അങ്ങനെ CPMകാർ പിന്നെ പിണറായി വിജയൻ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിൽ അവിടെ നിയമസഭയിലുണ്ട് എന്നുള്ളത് അവർക്കറിയാം. കഴിഞ്ഞ പോലത്തെ പോലെ പോസിറ്റീവായ സമയമല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അറിയുന്ന CPMകാർ ഒരിക്കലും ജോസ് കെ മാണിക്കെതിരായിട്ട് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. ജോസ് കെ മാണിയുടെ നമ്പർ പ്രധാനപ്പെട്ടതാണല്ലോ. അവർക്ക് എല്ലാം എണ്ണിയെടുക്കേണ്ടതായതുകൊണ്ട് അവർ ഉറപ്പായിട്ടും അവിടെ വിജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ തമ്മിൽ സിങ്കും കറക്റ്റാണെന്ന് തോന്നുന്നു. ഇനി അടുത്തത് പറയുന്നത് പാല കഴിഞ്ഞാൽ പിന്നെ കോട്ടയം ജില്ലയിൽ ടൈറ്റ് ഫൈറ്റ് മണ്ഡലങ്ങൾ. ചങ്ങനാശ്ശേരി ചെറിയൊരു ടൈറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റുമാനൂർ ടൈറ്റില്ല. പുതുപ്പള്ളിയൊന്നും നോക്കണ്ട, കോട്ടയം നോക്കേണ്ട ആവശ്യമില്ല, വൈക്കം നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ കടുത്തുരുത്തിയും മത്സരം വലിയ രീതിയിലില്ല. സ്ഥാനാർത്ഥി എണ്ണത്തിൽ LDF കുറച്ച് പറയി പോയി എന്ന് തന്നെയാണ് ഞാൻ പറയാം. സ്റ്റീഫൻ ജോർജ് തന്നെ ഉള്ളൂ അവിടെ, ആരാരുമില്ല. എന്നാൽ കൂടി പറയാൻ പറ്റില്ല. കടുത്തുരുത്തിയൊന്നും വലിയ മത്സരമില്ല. ഞാൻ നമ്മളതിനെക്കുറിച്ച് പറയാൻ വേണ്ട, വ്യക്തിപരമായ ആരെയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി കുറച്ച് പറയരുത്, ഞാൻ പറയാതെ പറഞ്ഞു പോയതാണ്. പക്ഷേ എന്നാലും കടുത്തുരുത്തിയിൽ വലിയ മത്സരമില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. അപ്പോൾ ചങ്ങനാശ്ശേരി ഞാൻ പറഞ്ഞു, ജോബ് മൈക്കിൾ നല്ലൊരു കാൻഡിഡേറ്റാണ്. അവിടെ കുറച്ചുകൂടി കഴിഞ്ഞ വർഷത്തെ സ്ഥാനാർത്ഥിയെ മാറ്റിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ സ്വരസ്യങ്ങൾ അവിടെ ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ. പിന്നെ കാഞ്ഞിരപ്പള്ളി ഒരു BJPയുടെ ഒരു എത്രത്തോളം ഈ FCR വന്നതോടുകൂടി കുറച്ചും കൂടി ആ BJP പിറകിപ്പോയി. അതൊക്കെയാണ് BJPക്ക് ഒരു പ്രശ്നം. ഈ കാഞ്ഞിരപ്പള്ളിയും പാലയും പൂഞ്ഞാറൊക്കെ ചെറിയ പിറകിപ്പോവും. അതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ അവിടെയും കാഞ്ഞിരപ്പള്ളി കുറച്ച് സേഫ് കുറവായിരുന്നു. ജോബ് കുര്യൻ മത്സരിക്കുന്ന സമയത്ത് അവിടെ ജോർജ് കുര്യനൊക്കെ ഒരു ആക്റ്റീവായിട്ടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ വരുമ്പോൾ കുറച്ചൊരു സാധ്യത കുറവുണ്ടായിരുന്നു. പക്ഷേ പേടിക്കാനില്ല. എന്തുകൊണ്ടും കാഞ്ഞിരപ്പള്ളി കുറച്ചുകൂടി നന്നായിട്ട് ജയരാജനെ വരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. കോട്ടയം ജില്ല കൺഫേം ചെയ്യുന്നു. 2 മണ്ഡലങ്ങളെ പിന്നെ ടൈറ്റ് ഫൈറ്റുള്ളൂ. ഒന്ന് LDFന് ഞാൻ കൊടുത്ത മണ്ഡലമാണ് പൂഞ്ഞാറ്. രണ്ടാമത്തെ മണ്ഡലം പാലയാണ്. പാല UDFനായിരുന്നു കൊടുത്തിരുന്നത്. അതിപ്പോഴും ഞാൻ കുറച്ചുകൂടി മാറ്റം വരുത്തി പറയുന്നു. അത് ടൈറ്റ് ഫൈറ്റിലേക്ക് തന്നെയാണ്. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ്. മറ്റേടത് അങ്ങനെയല്ല എന്ന് മാത്രം. ഈ ഒന്ന് ആലപ്പുഴയ്ക്ക് പോയാൽ ആലപ്പുഴ ഞാൻ ടൈറ്റ് ഫൈറ്റ് പറഞ്ഞിരുന്നു. അമ്പലപ്പുഴയാണ് ടൈറ്റ് ഫൈറ്റ് പറഞ്ഞിട്ടുള്ളൊരു മണ്ഡലം. അമ്പലപ്പുഴ ടൈറ്റ് ഫൈറ്റ് ഉണ്ട്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ ടൈറ്റ് ഫൈറ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാനാവില്ല. അതിൽ അമ്പലപ്പുഴ ടൈറ്റ് ഫൈറ്റ് ഉണ്ട്. കുട്ടനാടും ടൈറ്റ് ഫൈറ്റ് ഉണ്ട്. ഈ 2 മണ്ഡലങ്ങളാണ് ഞാനവിടെ പറയുന്നത്. ഇപ്പം പഴയ എൻ്റെ നറേഷൻ ചെറിയൊരു മാറ്റം വരുത്തുന്നു. കുട്ടനാട് അമ്പലപ്പുഴ UDFനാണ് എഡ്ജുള്ളത്. കുട്ടനാട് LDFന് എഡ്ജുണ്ട്, പക്ഷേ വലിയ എഡ്ജില്ല. അമ്പലപ്പുഴ UDFന് എഡ്ജ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആ മണ്ഡലത്തിൽ പൂർണ്ണമായി പോയപ്പോൾ സുധാകരന് എതിരായിട്ട് വോട്ട് ചെയ്യുന്ന സാധാരണക്കാര ജനങ്ങളെ സുധാകരന് ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ UDF വോട്ടുകൾ സുധാകരന് കിട്ടുമെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അവിടെയൊക്കെ പ്രശ്നമാണ്. ഈ കുറേ കാലം ചീത്ത പറഞ്ഞാൽ വോട്ട് ചെയ്യാതിരിക്കുക, നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ UDF ചില ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ CPMനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക വെച്ചാൽ കുറേ UDFകാർ അങ്ങനെയുണ്ട്. അപ്പോൾ UDFിൻ്റെ വോട്ടിൽ അവിടെ സ്പ്ലിറ്റപ്പ് വരാനുള്ള സാധ്യത ഉണ്ട്. LDFിൻ്റെ വോട്ടിലും സ്പ്ലിറ്റപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. UDF വോട്ടുകളെല്ലാം കിട്ടിക്കോളുന്നില്ല സുധാകരൻ. പ്രത്യേകിച്ചും അദ്ദേഹം അങ്ങനെ ഒരു വഴങ്ങുന്ന നേതാവല്ല. അതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അത് ഈ വന്നവർക്കൊക്കെ പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് PK ശശിക്ക് പ്രശ്നമുണ്ട്. ഈ വിമതന്മാരെയൊക്കെ കുറിച്ച് നിർത്തുമ്പോൾ UDFിൻ്റെ അണികൾ വലിയ രീതിയിൽ അസംതൃപ്തരായിരിക്കും. ഇത്രയും കാലം ചീത്ത പറഞ്ഞവർ പെട്ടെന്ന് ഈ യൂത്തിനെ പോലെ പഴയ കാലം മുതലേ ചീത്ത പറയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതൊരു സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും അമ്പലപ്പുഴ UDFിന് അനുകൂലമായിട്ട് വിധി ചെയ്യുന്നതാണ്. അപ്പോൾ 2 മണ്ഡലങ്ങളിൽ കൂടി വരുന്നു. ആലപ്പുഴയിൽ അമ്പലപ്പുഴയും കുട്ടനാടുമാണ്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ ഞാൻ അന്നേരം പറഞ്ഞു ആറന്മുള ടൈറ്റ് ഫൈറ്റ്. ആറന്മുള ചെറിയൊരു എഡ്ജ് ഞാൻ എബിൻ വർക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. വീണ ജോർജിന് കുറച്ച് അനുകൂലമായ തരംഗം അവിടെ ഉണ്ട്.
പിന്നെ വീണ ജോർജിനെ കുറിച്ച് ആദ്യമുള്ള അതങ്ങനെയല്ല, നമ്മൾ വിപിൻ ജോർജ് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് പിന്നീട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. എന്തായാലും ടൈറ്റ് ഫൈറ്റ് ഉണ്ട് അവിടെ. റാന്നിയിൽ ടൈറ്റ് ഫൈറ്റ്, ഞാനത് കഴിഞ്ഞ പറഞ്ഞിരുന്നില്ല. റാന്നി നമ്മൾ കുറച്ചും കൂടി ഗ്രാസ് റൂട്ടിൽ ഇറങ്ങിയപ്പോഴാണ് റാന്നിയിൽ ചെറിയ ടൈറ്റ് ഫൈറ്റ് ഉണ്ട്. റാന്നിയിൽ കുറച്ചും കൂടി നല്ല കാൻഡിഡേറ്റ് അവർക്ക് ഉണ്ടായിരുന്നു UDF. പഴകുളം മോശമാണെന്നല്ല, പഴകുളം പക്ഷേ അവിടെ ഫിറ്റ് അല്ല എന്നാണ് എനിക്കത് ആദ്യമേ തോന്നിയിരുന്നു. പക്ഷേ പറയാൻ പാടില്ല. ഇപ്പം നമ്മളങ്ങനെ വ്യക്തിപരമായിട്ട് ആരെയും പറയരുത്. ഒരു UDF LDF എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒരാളുടെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ചൊന്നും വിളിക്കാൻ പറയാറില്ല, അല്ല മോശമായിട്ട് പറയാറില്ല, നല്ലത് പറയാറുണ്ട്. അവിടെയും നല്ല കാൻഡിഡേറ്റാണ് LDFൻ്റെ, പക്ഷേ UDF അത്ര നല്ല കാൻഡിഡേറ്റ് അല്ല എന്നുള്ളത് ഞാൻ അങ്ങനെയല്ല, കുറച്ചുകൂടി നല്ല കാൻഡിഡേറ്റ് വെക്കാമായിരുന്നു. അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല. എന്നാലും UDF നല്ല മത്സരമുണ്ട്, LDF എഡ്ജുണ്ട്. നമ്മളിങ്ങനെ പറയുന്നത് ആറന്മുളയും റാന്നിയുമാണ്. പിന്നെ ഞാൻ അടൂരാണ്. അടൂർ UDF കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ അത് ഞാൻ മാറ്റി പറയേണ്ടിയിരിക്കുന്നു. അവിടെ ടൈറ്റ് ഫൈറ്റാണ്. ഇപ്പം ഞാൻ മണ്ഡലത്തിൽ ഞാൻ ആ സ്ഥാനാർത്ഥിത്വം കൂടി വെച്ചിട്ടാണ് ആദ്യം അങ്ങനെ കുറച്ച് UDF അനുകൂല, ചെറിയ വോട്ടാണല്ലോ അവിടെ വിജയിപ്പിച്ച് വരുന്നത്. ചിറ്റയെ മാറുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, പിന്നെ കണ്ണനോടുള്ള താല്പര്യം, അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഫാക്ടറുണ്ട്. UDF കുറേ കാലമായിട്ട് കണ്ണ് നോട്ടിരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ UDF കുറച്ച് എഡ്ജിൻ്റെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഫൈറ്റാണ്, ടൈറ്റ് ഫൈറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മണ്ഡലങ്ങൾ പത്തനംതിട്ടയിലേക്ക് വന്നാൽ, പത്തനംതിട്ട തിരുവല്ലയ്ക്ക് ചെറിയ ടൈറ്റ് ഉണ്ട് കേട്ടോ. തിരുവല്ല വലിയ വോട്ടൊന്നും ജയിക്കില്ല കേട്ടോ. തിരുവല്ല നല്ല രീതിയിൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല, ഉണ്ട്. സിറ്റിംഗ് MLA കുറിച്ച് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ തിരുവല്ല അങ്ങനെ കയറി പോകില്ല എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം തന്നെ ജയിക്കുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ തിരുവല്ല ഞാൻ പറയുന്നില്ല, പക്ഷേ ആറന്മുളയുണ്ട്, റാന്നി ഉണ്ടെന്ന് ഞാൻ പറയുന്നു. അടൂരും ടൈറ്റ് ഫൈറ്റാണ്. അങ്ങനെ 3 മണ്ഡലങ്ങളിൽ അവിടെ ടൈറ്റ് ഫൈറ്റ് ഉണ്ട്. ആറന്മുള UDF കൊടുത്തിരിക്കുന്നത്, റാണിയും LDF കൊടുത്തത്, അടൂർ ഞാൻ ടൈറ്റ് ഫൈറ്റ് UDF കൊടുത്തത്. അവിടെ അതുപോലെ പോകുന്നു. അടൂർ പക്ഷേ LDF ഇപ്പോൾ ഒരുപോലെയാണ്. LDF ഇപ്പം കുറച്ചും കൂടി നമുക്ക് തോന്നുന്നു, പക്ഷേ ഞാൻ മാറ്റുന്നില്ല. കാരണം അത്രയൊന്നും പറയാവുന്ന വിസിബിളായൊരു വ്യത്യാസം വന്നിട്ടില്ല, അതുകൊണ്ടാണ് മാറ്റാത്തത്. 9-ാം തീയതി കഴിഞ്ഞ് നമുക്ക് പോളിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കറക്റ്റ് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഏത് മേഖലയിലാണ് പോളിംഗ് കൂടുതൽ നമുക്ക് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഇനി അടുത്തത് പത്തനംതിട്ട കഴിയുന്നു, ആലപ്പുഴ കഴിയുന്നു, കോട്ടയം കഴിയുന്നു. അതിനുശേഷം കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലം തന്നെയാണ് ആദ്യം. ടൈറ്റ് ഫൈറ്റാണ്, നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ്. എന്ത് പ്രശ്നം അറിയൂ, UDF ജയിക്കുമായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി LDF കുറച്ചുകൂടി അടിപൊളി സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് കറകളഞ്ഞ പാർട്ടിക്കാരൻ വന്ന് നിൽക്കുമ്പോൾ പാർട്ടി അനുഭാവികളുടെ വോട്ട് ചോരില്ല. മുകേഷ് നിന്നിരുന്നുവെങ്കിൽ ബിന്ദു കൃഷ്ണ സുഖമായിട്ട് ജയിച്ചു പോയനെ. പക്ഷേ ഇത്തവണ അത് ടൈറ്റായി, അതുകൊണ്ടാണ് ടൈറ്റായി പോയത്. കൊല്ലം UDF CPM കുറച്ച് ഭരിച്ച് ആരെ കൊണ്ട് നിർത്തി ജയിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് PK ഗുരുദാസിനെ മാറ്റി മുകേഷ് നിർത്തുന്നു. മുകേഷ് പിന്നീട് വോട്ട് പറയും. മുകേഷിനെയും കഴിഞ്ഞ തവണ തന്നെ മുകേഷിനെ മാറ്റാമായിരുന്നാണ്. മുകേഷിനെ കൊണ്ടൊന്നും ശരിക്കും വലിയ രീതിയിൽ പാർട്ടിക്ക് ഗുണം കിട്ടാൻ ഞാൻ വിശ്വസിക്കുന്നില്ല. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ വോട്ട് ചെയ്യട്ടെ, അവർ ജയിപ്പിക്കട്ടെ. അങ്ങനെ തീരുമാനം LDF ഇത്തവണ എടുത്തു. പക്ഷേ അത് കഴിഞ്ഞവണെ അദ്ദേഹത്തെ മത്സരിപ്പിക്കാമായിരുന്നു. അദ്ദേഹം ഒരു നല്ല നേതാവാണ്, നമുക്കറിയാം, പല മേഖലയിൽ പ്രവർത്തിച്ചൊരു നേതാവാണ്. അതുകൊണ്ട് ടൈറ്റ് ഉണ്ട്. ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു ഭാഗ്യതാണ്. ശരിക്കും മുകേഷ് ആയിരുന്നെങ്കിൽ കുറച്ചുകൊണ്ട് ജയിച്ചു പോയനെ. കഴിഞ്ഞ വർഷം മുകേഷ് കഷ്ടിച്ചല്ലേ ജയിച്ചേ. ബിന്ദു കൃഷ്ണ വേഴ്സസ് ജയമോഹനാണ്. ജയമോഹന് ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബിന്ദു കൃഷ്ണ കൊല്ലം ടൈറ്റ് ഫൈറ്റാണ്. പിന്നെയുള്ള ടൈറ്റ് ഫൈറ്റ് പറയുന്നത് കുന്നത്തൂർ ടൈറ്റ് ഫൈറ്റാണ്. കുന്നത്തൂർ UDF ഒരു എഡ്ജ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ചവറ ഞാൻ UDF കൊടുത്തിരുന്നു, ടൈറ്റ് ഫൈറ്റാണ്. പക്ഷേ അത് ടൈറ്റ് ഫൈറ്റാണ്. ചവറയ്ക്ക് UDF LDF എഡ്ജൊന്നും പറയാൻ പറ്റില്ല. സോ ഇതിന് വിജയമുള്ള ഞാൻ ആ മണ്ഡലം പൂർണ്ണമായി യാത്ര ചെയ്ത് സംസാരിച്ചതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അവിടെ ടൈറ്റ് ഫൈറ്റാണ്, ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മണ്ഡലങ്ങളാണ്, 3 മണ്ഡലങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കുണ്ടറയുടെ വിഷയം, കുണ്ടറ BJP വോട്ടുകൾ കഴിഞ്ഞവണ ഇൻ ബ്ലോക്കായിട്ട് വിഷ്ണുനാഥിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് എനിക്കറിയില്ല. പണ്ട് ചങ്ങന്നൂർ അദ്ദേഹം ഉണ്ടാകുമ്പോൾ ഇവിടെ BJP വോട്ട് അങ്ങനെ കിട്ടിയിരുന്നോ എനിക്കറിയില്ല. എനിക്ക് ഒരു ഗുട്ടൻസ് ഉണ്ട്. ആ ഗുട്ടൻസ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ ചാത്തന്നൂരും കുണ്ടറയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും BJP ബന്ധമുണ്ടെന്ന്. എന്തുകൊണ്ട് അത് കിട്ടിയില്ലെങ്കിൽ കുണ്ടറയിൽ നിന്ന് അങ്ങനെ ജയിച്ച് വിഷ്ണുനാഥിന് കയറാൻ സാധിക്കില്ല. കാൻഡിഡേറ്റും LDF മോശമൊന്നുമല്ല, നല്ല കാൻഡിഡേറ്റാണ്. കുണ്ടറ ടൈറ്റ് ഫൈറ്റ് ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പക്ഷേ BJP വോട്ടുകൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. BJP അവരുടെ വോട്ട് പിടിച്ചാൽ പരിങ്ങലിലാവും വിഷ്ണുനാഥിൻ്റെ കാര്യം. സത്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷേ അങ്ങനെ ആരും വിമർശനം ഉന്നയിച്ച് കാണാറില്ല. എന്താ അറിയില്ല. എനിക്കത് കൃത്യമായിട്ട് തോന്നിയൊരു കാര്യമാണ്. വിഷ്ണുനാഥ് വളരെ കൃത്യമായിട്ട് ഇത്തരം ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാത്തൊരു നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ പ്രശ്നമില്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ കുണ്ടറ ഞാൻ പറയുന്നില്ല. ചവറ, കുന്നനാട്, കൊല്ലം ഈ 3 മണ്ഡലങ്ങളിൽ ടൈറ്റ് ഫൈറ്റാണ്. കുന്നത്തൂർ, ചവറ, കൊല്ലം ഈ 3 മണ്ഡലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് ഉണ്ടെന്ന് പറയാം. തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് നഗരമണ്ഡലങ്ങളിലാണ് ടൈറ്റ് ഫൈറ്റ്. മറ്റിടത്ത് മത്സരമൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല. കഴക്കൂട്ടം ടൈറ്റ് ഫൈറ്റാണ്. BJP 3ാമത്തെ ഒരു സീറ്റ് പിടിക്കുന്നതിന് കഴക്കൂട്ടായിരിക്കും ഞാൻ പറഞ്ഞിരുന്നു. 3ാമത്തെ സീറ്റ് BJPക്ക് ഒരു BJP സ്റ്റാൻഡ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു മണ്ഡലങ്ങളുണ്ട് ചിലത്. നേമം, മഞ്ചേശ്വരം. ഈ മഞ്ചേശ്വരം നിയമം കിട്ടിയാൽ പിന്നെ കിട്ടാവുന്നത് കഴക്കൂട്ടമാണ്. ഈ 3 മണ്ഡലം. അപ്പോൾ കഴക്കൂട്ടം ടൈറ്റ് ഫൈറ്റാണ്. UDF ചിത്രത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.
LDFും BJP തമ്മിൽ തന്നെയാണ് അവിടെ മത്സരം. തിരുവനന്തപുരത്ത് അടുത്ത മത്സരം വരുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ CPMും BJPയും തമ്മിലാണ് മത്സരം. മുസ്ലിം ഭൂരിപക്ഷം തമ്മിൽ BJP ഉണ്ടെങ്കിൽ അവിടെ മത്സരം കോൺഗ്രസും അല്ലെങ്കിൽ UDFും BJPയും തമ്മിലാണ്. ഇപ്പോൾ മഞ്ചേശ്വരം അങ്ങനെയാണ്. പാലക്കാട് നമ്മൾ പണ്ടേ പറയാറ്, പണ്ട് ഈ വർഷം ഞാൻ മാറ്റിയിരുന്നു, പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ മുസ്ലിം മേഖലയുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ UDFനും BJPയും തമ്മിലാണ് മത്സരം. പക്ഷേ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ മത്സരം വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഏറ്റവും നന്നായിട്ട് വോട്ട് പിടിക്കുന്നത് CPMും BJPയാണ്. UDF വട്ടിയൂർക്കാവ് 3-ാം സ്ഥാനത്താണ്, നേമത്ത് 3-ാം സ്ഥാനത്താണ്, അതുപോലെയാണ് കഴക്കൂട്ടത്ത് 3-ാം സ്ഥാനത്താണ്. ഒരു സംശയമില്ല, അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കഴക്കൂട്ടാണ് തിരുവനന്തപുരത്ത് ആദ്യത്തെ മണ്ഡലം. രണ്ടാമത്തെ മണ്ഡലം നമുക്ക് പറയാം നേമമാണ്, നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ്. കഴക്കൂട്ടത്ത് LDFന് എഡ്ജുണ്ട്, സംശയമില്ല. കടകംപള്ളിക്ക് എഡ്ജുണ്ട്, പക്ഷേ നേമത്ത് ആർക്കും എഡ്ജില്ല. ശിവൻകുട്ടിക്ക് എഡ്ജുണ്ട് എന്നൊക്കെ ചില ചാനൽ പറയുന്നുണ്ട്, ഞാനത് വിശ്വസിക്കുന്നില്ല. നേമം ടൈറ്റ് ഫൈറ്റാണ്. വട്ടിയൂർക്കാവ് പ്രശാന്തിന് എഡ്ജുണ്ട്, സംശയമില്ല. BJP കുറച്ച് വോട്ട് പിടിക്കുമായിരിക്കും. അവിടെ മാത്രം നമുക്ക് വേണമെങ്കിൽ BJPക്ക് വോട്ടുണ്ടാകും. BJPയും കോൺഗ്രസും തമ്മിൽ വ്യത്യാസം വളരെ ചെറുതായിരിക്കും. അവിടെയും മുരളീധരനൊരു ഫാക്ടറാണ്. അവർ തമ്മിൽ വോട്ട് പിടിക്കുന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ പ്രശാന്ത് അവിടെ ജയിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ 3 മണ്ഡലങ്ങളാണുള്ളത്. ഇപ്പോൾ എല്ലാ ജില്ലകളും നോക്കാം. കോട്ടയത്ത് 2 മണ്ഡലം, പൂഞ്ഞാറും പാലയാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊന്നുമില്ല നമ്മൾ പറഞ്ഞു. ആലപ്പുഴയ്ക്ക് വന്നാൽ അമ്പലപ്പുഴ ടൈറ്റ് ഫൈറ്റാണ് നമ്മൾ പറഞ്ഞു. കുട്ടനാട് ടൈറ്റ് ഫൈറ്റാണ് ആലപ്പുഴയിൽ. പത്തനംതിട്ടയിൽ 3 മണ്ഡലങ്ങൾ, റാന്നി, ആറന്മുള, അടൂർ 3 മണ്ഡലങ്ങൾ. പിന്നെ കൊല്ലത്തേക്ക് വന്നാൽ അവിടെയും 3 മണ്ഡലങ്ങൾ. ഏതൊക്കെയാണ്? കൊല്ലമുണ്ട്, ചവറയുണ്ട്, കുന്നത്തൂരുണ്ട്, 3 മണ്ഡലങ്ങൾ. തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങൾ, നേമം, വട്ടിയൂർക്കാവ്, അതുപോലെയാണ് അടുത്ത മണ്ഡലം കഴക്കൂട്ടം. ഈ 3 മണ്ഡലങ്ങളും ടൈറ്റ് ഫൈറ്റ് ഉണ്ടെന്ന് പറയുന്നു. അപ്പം 3 തിരുവനന്തപുരത്ത്, കൊല്ലത്ത് 3, 6, പത്തനംതിട്ട 3, 9, ആലപ്പുഴ 2, 11 പ്ലസ് കോട്ടയത്ത് 2, 13 മണ്ഡലങ്ങൾ. 13 മണ്ഡലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.